എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ, കോംപ്ലിക്കേഷനുകൾ ഒക്കെ പുറത്തു വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ, നമ്മുടെ കൃഷ്ണകുമാർ ഫാമിലിയിൽ പിന്നെയും വീണ്ടും പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ ഫാമിലിയിലുണ്ടായ ഒരു വലിയ പ്രശ്നം നമ്മൾ എല്ലാവരും കണ്ടതാണ്. കസിൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്ന ഒരു വീഡിയോയും കാര്യങ്ങളും ഒക്കെ. അപ്പൊ എന്തായാലും പിന്നീട് സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ, ഇവർ രണ്ടുപേരും ഇവരുടെ വീഡിയോകൾ മുക്കി ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു അറുതി വരുത്തിയിരിക്കുകയായിരുന്നു. പിന്നീട് ആരും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുന്നതായി കണ്ടിട്ടില്ല. ഒരു പോസ്റ്റിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വീഡിയോയുടെ രൂപത്തിലോ ഒരക്ഷരം പോലും ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. ഒരു വ്യക്തി പോലും സംസാരിച്ചിട്ടും ഇല്ല. അന്ന് ആന എയറിൽ പോയതാണ്, പിന്നെ ഇതുവരെ താഴെ ഇറങ്ങിയെന്ന് പോലും അറിയത്തില്ല. എന്നാൽ ഇപ്പൊ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഡാർക്കസ്റ്റ് ഓഫ് ദ ഡാർക്കസ്റ്റ് എന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയും വൃത്തികെട്ട കാര്യങ്ങളാണ് അമ്മുമ്മയുടെ വായിൽ നിന്ന് വന്നിട്ടുള്ളത്. നമ്മൾ അന്ന് ആ വിഷയം ഉണ്ടായിരുന്ന സമയത്തൊക്കെ നമ്മൾ സംസാരിച്ചതാണ്, വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്തതാണ്. സത്യം പറഞ്ഞ സിന്ധു കൃഷ്ണ ചെയ്ത ആ ഒരു വീഡിയോ സത്യം പറഞ്ഞ ഇപ്പൊ ഇവിടെ വരേണ്ട യാതൊരു ആവശ്യമില്ലായിരുന്നു. അങ്ങനെ ഒരു കാര്യം സിന്ധു കൃഷ്ണ ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പറയുന്ന സിന്ധു കൃഷ്ണയോട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് പ്രശ്നം എന്താണെന്നുള്ള കാര്യം. സിന്ധു കൃഷ്ണ അവർക്ക് മറുപടി കൊടുക്കുന്ന ഒരു സ്ക്രീൻഷോട്ടാണിത്. അപ്പൊ സർജറിക്ക് മുമ്പ് എന്റെ അച്ഛനെ അമ്മ ഒരുപാട് തല്ലിയിട്ടുണ്ടെന്നാണ് അവർക്ക് മറുപടി കൊടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് എന്റെ അച്ഛനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമ്മയുമായിട്ട് ഒരുപാട് വട്ടം അടികൂടേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട് ഈ മെസ്സേജിൽ സിന്ധു കൃഷ്ണ പറയുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ ഒരു വീഡിയോയും കൂടെ പുള്ളിക്കാരി അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന സിന്ധു കൃഷ്ണയുടെ അച്ഛനെ അമ്മ തല്ലുന്ന ഒരു വീഡിയോ ആണത്. അപ്പോൾ തന്റെ സബ്സ്ക്രൈബേഴ്സ് പ്രശ്നം എന്താണെന്ന് ചോദിച്ച് മെസ്സേജ് അയക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന റിപ്ലൈ ആണ് ഈ ഒരു സംഭവങ്ങളൊക്കെ. ഇത് മാത്രമല്ല മറ്റൊരു സ്ക്രീൻഷോട്ടും കൂടെ ഉണ്ട്, അത് ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. അതായത് എന്റെ അച്ഛൻ എന്നെ കാണാൻ വരുന്നത് എന്റെ അമ്മയ്ക്ക് ഭയങ്കര പ്രശ്നമാണ്. എന്റെ അച്ഛനെ അമ്മ ബെഡ്റൂമിൽ കിടത്തത്തില്ല, ഹോളിലാണ് കിടത്തുന്നത്. അങ്ങനെയൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെ കണ്ട നാട്ടുകാരോടും സബ്സ്ക്രൈബേഴ്സിനോടും ഒക്കെ പുള്ളിക്കാരി പറയുന്ന കാര്യങ്ങളാണ് കേട്ടോ. ഇതൊക്കെ വളരെ മോശമാണെന്ന് പറയാതെ വയ്യ, ഉള്ളത് പറയാലോ. സ്വന്തം അച്ഛന്റെ അമ്മയുടെയും സ്വഭാവം എന്തോ ആയിക്കോട്ടെ, എത്ര മോശം ആയിക്കോട്ടെ, അവര് നിങ്ങളോട് ചെയ്ത ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവരോട് പാടി നടക്കുക എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് പരിപാടിയല്ലേ. ഇതിപ്പോ എല്ലാരെക്കാളും ചീപ്പായിട്ട് നിങ്ങൾ മാറിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ നിങ്ങൾ മൗനം പാലിച്ചപ്പോ നമ്മളൊക്കെ വിചാരിച്ചത് നിങ്ങളായിരിക്കും ഏറ്റവും ഡീസന്റ്, നിങ്ങളായിരിക്കും മാന്യതയുള്ളവരെന്ന്. പക്ഷെ ഈ മെസ്സേജും സ്ക്രീൻഷോട്ടും ഒക്കെ കാണുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളാണ് ഇപ്പൊ ഇതിൽ ഏറ്റവും ചീപ്പ് എന്നുള്ളതാണ്. ഒരിക്കലും ഒരു മകളുടെ ഭാഗത്തു നിന്നും വരാൻ പാടില്ലാത്ത കാര്യമാണ് നിങ്ങളിപ്പോ ചെയ്തത്. നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾക്ക് ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിനൊരു എക്സ്പ്ലനേഷൻ തരേണ്ടത് ഓക്കെയാണ്, അത് മാന്യമായ രീതിയിലായിരിക്കുന്നതായിരുന്നു നല്ലത്. പക്ഷെ ഇതിപ്പോ സ്ക്രീൻഷോട്ടും ഫുട്ടേജും അടക്കമാണ് നിങ്ങൾ കൊടുത്തത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് പിന്നാലെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യം പറയുന്നത് ഈ സിന്ധു കൃഷ്ണയുടെ അമ്മ ഒരു ആരോപണം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മറുപടിയായിട്ടാണ് പുള്ളിക്കാരി വന്നിരിക്കുന്നത്. അതിന്റെ മറുപടിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, ഈ പറയുന്ന സിന്ധു കൃഷ്ണയുടെ അമ്മ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പുള്ളിക്കാരി പറയുന്ന ആരോപണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് അമ്മൂമ്മ പറയുന്ന ആരോപണം എന്ന് പറയുന്നത് എന്റെ മകള്, അതായത് സിന്ധു കൃഷ്ണ പിന്നെ എന്റെ ഭർത്താവ് മരിച്ചുപോയ സമയത്ത്, സിന്ധു കൃഷ്ണയുടെ അച്ഛൻ മരിച്ചുപോയ സമയത്ത് സിന്ധു കൃഷ്ണ വീട്ടിലേക്ക് വരികയും ഇവർക്ക് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സുകളും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു എന്നാണ് പറഞ്ഞത്. അതിൽ ഇൻഡയറക്ട്ലി ഈ സിന്ധു കൃഷ്ണ ഒരു മറുപടി പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം. I just remembered what my mother told, and it was like എനിക്ക് അതിലൊന്നും കമന്റ് പറയാനില്ല. ബട്ട് സ്റ്റിൽ മൈ മദർ സാരിയിൽ നിന്നും her wardrobe ചേഞ്ച് ചെയ്ത് സെൽവാറിലോട്ട് മാറിയത് 2021 കോവിഡ് തുടങ്ങി വാക്സിനേഷന്റെ സീസണിൽ. ഒരു ദിവസം വാക്സിനേഷൻ എടുക്കാൻ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇവിടുന്ന് കുളിച്ച്, പണ്ടൊക്കെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നവണെങ്കിൽ കുളിച്ച് ഫുൾ ഡ്രസ്സൊക്കെ മാറുമല്ലോ. അപ്പൊ അതുപോലെ വന്ന് ഞങ്ങളുടെ വീട്ടിൽ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി, കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സാരി ഇട്ടാ വന്നേ. അപ്പൊ കുളിച്ച് കഴിഞ്ഞ് സാരിയും ബ്ലൗസും ഒക്കെ കഴുകാൻ ഇട്ടപ്പോഴത്തേക്ക് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഇട്ടുകൊണ്ട് പോകാൻ ഡ്രസ്സില്ല. കാരണം എന്റെ ബ്ലൗസ് ഒന്നും അങ്ങനെ പുള്ളിക്കാരിക്ക് ഫിറ്റ് ആവത്തില്ല. അപ്പൊ ഞാനൊരു സെൽവാർ എടുത്തു കൊടുത്തു. അതിന് വീണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ വെസ്റ്റ് സൈഡിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പോലെ സെൽവാറും ലെഗിൻസും ദുപ്പട്ടയും കൊടുത്തു. അപ്പൊ അതിട്ടപ്പോ പുള്ളിക്കാരി കാണാൻ നല്ല നീറ്റായിരുന്നു. എല്ലാവരും പറഞ്ഞാൽ കൊള്ളാലോ, അമ്മൂമ്മയെ കാണാൻ നല്ല രസമുണ്ട്, സാരി ഉടുക്കുന്നതിനേക്കാൾ നല്ല രസമുണ്ട്, ചെറുപ്പമായിട്ടിരിക്കുന്നു. അപ്പൊ കുറച്ച് ബാക്ക് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് പുള്ളിക്കാരി എപ്പോഴും ഒരു ബെൽറ്റ് കെട്ടും. അപ്പൊ സെൽവാറിന്റെ കൂടെ ഇപ്പൊ ബെൽറ്റ് ഒക്കെ കെട്ടുമ്പോ നല്ല നീറ്റായിട്ടായിരിക്കുന്നത്. സാരിയുടെ കൂടെ ബെൽറ്റ് ഒക്കെ കെട്ടുമ്പോൾ അതിങ്ങനെ കുറച്ച് ഇതായിട്ടിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആള് വളരെ ഹാപ്പി ആയിട്ട് ഇഷ്ടപ്പെട്ടു. പിള്ളേരൊക്കെ പറഞ്ഞ് അമ്മൂമ്മയ്ക്ക് കുറച്ച് സെൽവാർ മേടിച്ചുകൂടും, അമ്മൂമ്മക്ക് സെൽവാർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ എന്റെ അമ്മയുടെ വാർഡ്രോബ് ഫില്ല് ചെയ്യാൻ തുടങ്ങി. സെൽവാസ് കളക്ഷൻ ഞാൻ എപ്പോ എത്നിക് വീഴ്ച തയ്ക്കാൻ പോകും, എനിക്കുള്ള പോലത്തെ ലിറ്ററലി എനിക്കുള്ള ടൈപ്പ് എത്രയെങ്കിലും സെൽവാസ് ഞാൻ മേടിച്ച് വിതിൻ എ ഫ്യൂ ഇയേഴ്സ് എത്രത്തോളം സെൽവാസ് ഐ ഡോണ്ട് നോ ഹൗ മെനി. ഞാൻ പലപ്പോഴും എത്നിക് വീഴ്സിലൊക്കെ പോയിട്ട് അവിടെ തയ്ക്കാൻ കൊടുക്കുമ്പോഴത്തേക്ക് കളിക്കാശല്ലേ മാഡം മദറിന് തച്ചത്, അതൊക്കെ ഇട്ടോ? ഞാൻ പറഞ്ഞില്ല, ഇട്ടില്ല.
പുള്ളിക്കാരൊക്കെ ഇങ്ങനെ കൂട്ടിക്കൂട്ടി വെക്കും. എന്നാലും ഞാൻ ഓരോന്നൊക്കെ ഇടുമ്പോൾ പുതിയത് ഇടുമ്പോഴത്തേക്ക് ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുള്ളിക്കാരിക്ക് ഇല്ലാത്ത കളേഴ്സ് നോക്കി ഓരോ പ്രാവശ്യം ഞാൻ ഇല്ലാത്ത നോക്കി മേടിച്ച് സോ ദാറ്റ് ഇത് ഏത് കളർ എന്ന് നമ്മൾ പറഞ്ഞാലും അതൊക്കെ എടുക്കാനുണ്ടാവുന്ന പോലെ ഞാൻ റെഡിയാക്കി കൊടുക്കുന്നത്. അതെനിക്ക് വേറെ ഒന്നും പറയാനില്ല. ഓക്കെ, വേറൊന്നും പറയണ്ട, ഇത്രയും തന്നെ പറഞ്ഞത് ധാരാളം. അപ്പൊ ഈ സിന്ധു കൃഷ്ണ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? ഇൻഡയറക്ട്ലി ആണ് പുള്ളിക്കാരി കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്, ഒരിക്കലും ഡയറക്ട്ലി അല്ല. പുള്ളിക്കാരി പറയുന്നത് എന്റെ അമ്മ കോവിഡ് വരെ സാരി ആയിരുന്നു ഉടുത്തോണ്ടിരുന്നത്. അപ്പോ കോവിഡിന് ശേഷമാണ് ഈ പറയുന്ന ചുരിദാറും ദുപ്പട്ടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. ഉപയോഗിച്ച് തുടങ്ങുവാണ് കേട്ടോ. ഈ പറയുന്ന ചുരിദാറും കാര്യങ്ങളും ഒക്കെ ഈ സിന്ധു കൃഷ്ണ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. അതിലും സിന്ധു കൃഷ്ണ പറഞ്ഞു വെക്കുന്നത് ഇതൊന്നും അധികം അമ്മ ഉപയോഗിക്കാറില്ല, ചുമ്മാ അങ്ങ് വാർഡ്രോബിൽ കൂട്ടി വെക്കും. ആ വാർഡ്രോബ് ഫുള്ളാകുന്ന രീതിയിലുള്ള തുണികളൊക്കെയാണ് ഇവര് വാങ്ങിച്ചു കൊടുത്തതെന്നാണ് പറയുന്നത്. അതൊന്നും ഈ അമ്മ ഉപയോഗിച്ചിട്ടുമില്ല എന്നാണ് സിന്ധു കൃഷ്ണ പറയുന്നത്. അത്രേ പറയുന്നുള്ളൂ, ബാക്കി നമുക്ക് കൂട്ടി വായിക്കാവുന്നേ ഉള്ളൂ. അപ്പൊ പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ വാങ്ങിച്ചു കൊടുത്ത വസ്ത്രങ്ങളെല്ലാം ഉപയോഗിക്കാതിരുന്ന് ചെറുതലരിച്ചു പോകാതിരിക്കാൻ വേണ്ടി സിന്ധു കൃഷ്ണ വന്ന് എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് പറയാതെ പറയുന്നത്. ഇതൊക്കെ നമ്മളായിട്ട് തന്നെ കൂട്ടി വായിക്കാൻ ശ്രമിച്ചാലേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഒരു കാര്യം സിന്ധു കൃഷ്ണയോട് പറയാം, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഡ്രസ്സ് ചുരിദാറും കാര്യങ്ങളും ഒക്കെ അമ്മയ്ക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, അതിനെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല. പക്ഷെ എന്ത് കാരണം കൊണ്ടാണെങ്കിലും നിങ്ങൾ അവർക്ക് കൊടുത്ത ഗിഫ്റ്റുകളാണത്, അതൊക്കെ തിരിച്ചെടുത്തോണ്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ മോശം പരിപാടിയല്ലേ. നിങ്ങൾ ഗിഫ്റ്റായി കൊടുത്ത എന്താണെങ്കിലും അത് അവിടെ കഴിഞ്ഞു, പിന്നെ അത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അത് അവർ ഉപയോഗിക്കുന്നില്ലെന്ന് കരുതി അവരുടെ അനുവാദം പോലും ഇല്ലാതെ നിങ്ങൾ അത് എടുത്തോണ്ട് വരിക എന്ന് പറഞ്ഞാൽ വളരെ ചീപ്പ് പരിപാടിയാണ്. ഒരുപക്ഷെ അമ്മ നിങ്ങളോട് പറയാണ്, മോളെ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വന്ന ചുരിദാറോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അതെനിക്ക് വേണ്ട, നിങ്ങൾ അത് എടുത്തോണ്ട് പോയിക്കോ, അങ്ങനെ പറയുകയാണെങ്കിൽ അതിന് പിന്നോടിയായിട്ട് നിങ്ങൾ അത് എടുത്തോണ്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇതിപ്പോ പെട്ടെന്ന് അച്ഛൻ മരിച്ച ഒരു സാഹചര്യത്തിൽ വീട്ടിൽ ഇടിച്ചു കയറി ചെല്ലുന്നു, അവർക്ക് വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സുകളൊക്കെ തിരിച്ചെടുത്തോണ്ട് പോകുന്നു, എന്നിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ, ഞാൻ വാങ്ങിച്ചു കൊടുത്ത ഡ്രസ്സൊന്നും ഇടാതെ അവിടെ ചെതലരിച്ചിരിക്കുവാണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തോണ്ട് പോയതെന്ന്. ബാക്കി എക്സ്പ്ലനേഷനും കൂടെ കേട്ടു നോക്കാൻ പറ്റും. What I wanted to say is like last few weeks ഒന്നും അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ലായിരുന്നു ഒരിക്കലും. തിങ്സ് ലൈക്ക് ദാറ്റ് ഷുഡന്റ് ഹാവ് ഹാപ്പൻഡ് അറ്റ് ദ ഫസ്റ്റ് പ്ലേസ്. ബട്ട് ഒന്നും നമ്മുടെ കയ്യിലല്ലല്ലോ, ഒരു പക്ഷെ നമ്മൾ പറഞ്ഞാൽ ചെയ്യുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. എനിക്ക് ഒരുപാട് എക്സ്പ്ലനേഷൻസോ നമ്മുടെ സൈഡിന്റെ ഒരു ക്ലാരിഫിക്കേഷൻസോ ഒന്നും തരാൻ ഞാൻ വലുതായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാരണം ഞാൻ ഈ പിടിച്ചോടെ നിൽക്കുന്ന എന്റെ ഈ ഒരു മൊബൈലിനകത്ത് ഇതെല്ലാം എനിക്ക് പ്രൂവ് ചെയ്യാനുള്ള എല്ലാം എനിക്കുണ്ട്. But then I will not do it. I don't think I will do it ever. I don't think I'll ever do it. അപ്പൊ പുള്ളിക്കാരി പറയുന്നത് കേട്ടില്ല, കൃഷ്ണകുമാറിന്റെ കുടുംബ തകരാതിരിക്കാനുള്ള എല്ലാ തെളിവുകളും, അമ്മയ്ക്കെതിരെയുള്ള എല്ലാ തെളിവുകളും പുള്ളിക്കാരിയുടെ കയ്യിലുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ പുറത്തേക്ക് വിടത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ അയച്ചു കൊടുക്കും. ചെയ്യാനുള്ളതൊക്കെ ചെയ്തു വെച്ചിട്ട് ഇൻഡയറക്ട്ലി എല്ലാം പറഞ്ഞു വെച്ചിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്നും പറഞ്ഞ് നിങ്ങൾ ആ ഒരു നിപ്പുണ്ടല്ലോ, അത് സംഭവിച്ചു തന്നേ പറ്റത്തുള്ളൂ. അപ്പൊ പേഴ്സണലി നമ്മൾ അറിയാന്നുള്ള എല്ലാവർക്കും ഒരുവിധം ഞങ്ങളുമായിട്ട് കണക്ഷനുള്ള, ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും എന്റെ കുട്ടികളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ആയാലും നമ്മൾ ക്ലോസ് ആയിട്ട് അറിയാന്നുള്ള പീപ്പിൾ റിയലി മാറ്റർ ടു അസ്, അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ള എവറിബഡി നോസ് ദിസ്, ബിക്കോസ് ഇത് വൺ ഡേയിലെ ഒരു കാര്യമല്ല. ദിസ് ഇസ് സംതിങ് ദാറ്റ്സ് ബീൻ ഹാപ്പനിങ് ഫോർ ഓവർ എ ലോങ് ടൈം. സോ normal talks when we have some certain issues or when we are really going through some kind of a mess and all, we discuss with our friends or with all that. So എന്നെ അറിയാന്നുള്ളവർക്കും എന്റെ കുഞ്ഞുങ്ങളെ അറിയാന്നുള്ളവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു whatever is the big talk of the town ആയിട്ടുള്ള സംഭവങ്ങളെ കുറിച്ച് everybody are aware and they know what is the truth, and that's what matters to us. നമ്മളെ അറിയാന്നുള്ളവർ they should be knowing the truth, and when the truth is very transparent in front of so many people who care for us and who we personally are bothered, അങ്ങനെയുള്ള ആൾക്കാർക്ക് അറിയാന്നുള്ളിടത്തോളം then what the public says about public നമ്മളെ ജഡ്ജ് ചെയ്യുന്നതോ അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്നാണ് that's what I think. നിങ്ങൾ പറയുന്ന ഒന്നും പ്രവർത്തിക്കുന്നതും മറ്റൊന്നും ആണല്ലോ. നിങ്ങൾ തന്നെ പറയുന്നു പബ്ലിക് എന്ത് ജഡ്ജ് ചെയ്യുന്നു എന്നതിൽ കാര്യമില്ലെന്ന്. ഇതേ നിങ്ങൾ തന്നെ നിങ്ങളുടെ അച്ഛനെയും അമ്മയെയും കുറിച്ച് നാട്ടുകാർക്കൊക്കെ ഓരോന്ന് ഇട്ട് കൊടുക്കുകയും ചെയ്യും. എന്തായാലും കൊള്ളാം. പേഴ്സണലി ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്തു വെച്ചിട്ട് പബ്ലിക്കിൽ ഇങ്ങനെ വന്ന് നല്ല കുട്ടിയാവുന്നത് കാണാൻ നല്ല രസമുണ്ട്. End of the day, what matters is our peace of mind and നമ്മൾ ചെയ്തിട്ടുള്ള deeds. ഒരിക്കലും ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ എന്തൊക്കെ what I've done for my parents എന്ന് പറഞ്ഞിങ്ങനെ ലിസ്റ്റ് ഇട്ടൊന്നും പറയേണ്ട കാര്യമില്ല. ബിക്കോസ് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാം ഐ ഹവ് ഡൺ, അത് ആരെയും കാണിക്കാൻ വേണ്ടി ചെയ്തതല്ല. നിങ്ങളൊക്കെ എന്തെങ്കിലും എന്റെ വീഡിയോസിൽ ഞാൻ എന്റെ പാരന്റ്സിന്റെ കൂടെ പോകുന്നതോ ഒക്കെ ഞാൻ ചിലപ്പോൾ 20 പ്രാവശ്യം അവരുടെ കൂടെ എന്തിനെങ്കിലും പോകുമ്പോൾ ചിലപ്പോൾ ഒരു ദിവസമായിരിക്കും ഞാൻ എന്തെങ്കിലും കാണിക്കുന്നത്. അല്ലാതെ ഞാനിങ്ങനെ പക്ക ഡെയിലി നടക്കണമെന്ന് ഞാൻ കാണിച്ചിട്ടേ ഇല്ല. മൈ എവറി ഡേ വാസ് ആക്ച്വലി ഫോർ ദം. എന്റെ ഓരോ ദിവസം ഞാൻ ചാർട്ട് ചെയ്യുന്നത്
വാസ് ഫോർ മൈ പാരന്റ്സ്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് വീട്ടിൽ എല്ലാവരും ഒക്കെ തുടങ്ങിയല്ലോ 2020 ആ കോവിഡ് തുടങ്ങിയ ആ കാലത്ത്. ഞാനായിരുന്നു ലാസ്റ്റ് തുടങ്ങിയ ആള് കേട്ടോ. കാരണം ഞാൻ 2020 എൻഡിലൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ എനിക്കൊരു ആദ്യമായിട്ട് എന്റെ ഒരു ചെറിയൊരു പേയ്മെന്റ് ഒക്കെ എനിക്ക് ആദ്യം കിട്ടി തുടങ്ങിയ 2021 അത് പിന്നെയാണ് ഇറ്റ് സ്റ്റാർട്ടഡ് ഗോയിങ് അപ്പ്. അപ്പൊ ആ ഒരു കാലഘട്ടം വരെയും എന്റെ പാരന്റ്സിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്ന എന്റെ സൈഡിൽ നിന്നുള്ള ഹെൽപ്പുകളെല്ലാം, ഞങ്ങൾക്കൊരു അഡ്വർടൈസിങ് കമ്പനി ഉണ്ടായിരുന്നു, അതിൽ നിന്നുള്ള ഒരു പേയ്മെന്റ് എടുത്തോ, എന്റെ കുട്ടികൾ തരുന്നതോ അല്ലെങ്കിൽ കിച്ചു തരുന്നതോ ഒക്കെ ആയിട്ടുള്ള പേയ്മെന്റ് എടുത്തായിരുന്നു ഞാൻ അവരെ ഹെൽപ്പ് ചെയ്തിരുന്നത്. അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അന്നൊക്കെ ഞാൻ അങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത്. അപ്പം പലപ്പോഴും എനിക്ക് തന്നെ ചില സമയത്ത് ഇപ്പൊ അവർക്ക് എന്തെങ്കിലും കൂടുതൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്ന മാസങ്ങളിലൊക്കെ എനിക്ക് തന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ആവും. നമ്മുടെ വീട്ടിൽ ഇത്രയും ചെലവുകൾ ഉള്ളപ്പോൾ ഐ എം ഡൂയിങ്. അപ്പൊ തന്നെ ഒരിക്കൽ പോലും കിച്ചു ആയാലും എന്റെ കുട്ടികളായാലും ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല ലൈക്ക് വൈ ആർ യു സ്പെൻഡിങ് സോ മച്ച് ഫോർ ദം. ദറ്റ് നെവർ ആസ്ക്ഡ്. ഒരിക്കലും ചോദിച്ചിട്ടില്ല. ബിക്കോസ് അതങ്ങനെ ആയിരുന്നു. ബിക്കോസ് നാച്ചുറലി മൈ ഫാദർ ഹാഡ് ഗിവൺ മി എ വെരി വെരി കംഫർട്ടബിൾ ലൈഫ് ആൻഡ് ഓൾ ദാറ്റ്. സോ ഒരിക്കലും ആരും ചോദിച്ചിട്ടില്ല. അപ്പൊ എനിക്ക് എപ്പോഴും ഒരു ഗിൽറ്റ് കാണുമല്ലോ. നമുക്ക് ഇങ്ങനെ എടുത്തൊക്കെ അവർക്ക് വേണ്ടി ഒരു പരിധിക്കപ്പുറം ഞാൻ ചെലവാക്കുമ്പോൾ എന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഒരു ഗിൽറ്റ് കാണും. പക്ഷെ ഞാൻ ഐ സ്റ്റാർട്ടഡ് ഏർണിംഗ് ഐ വാസ് തിങ്കിങ് എനിക്കിനി അവർക്കൊക്കെ വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഗിൽറ്റ് തോന്നേണ്ട കാര്യമില്ലല്ലോ. എന്തൊക്കെയോ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നത് എന്തൊക്കെയോ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന പോലെയാണ് തോന്നുന്നത്. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി അതിൽ നിന്ന് ഒരുപാട് വരുമാനം ഉണ്ടാക്കി. ആ വരുമാനം മുഴുവനും ഞാൻ എന്റെ പേരൻസിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. ഞാൻ അതിൽ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് അതിൽ ഒരിക്കലും റിഗ്രറ്റ് തോന്നിയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ ഇവർ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ ഇവര് പേരൻസിന് വേണ്ടി ചെയ്ത് കൊടുത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കിൽ വിളിച്ചു പറയുന്ന പോലെയാണ് തോന്നുന്നത്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ രണ്ട് രീതിയിൽ ചിന്തിക്കാം. കണ്ടില്ലേ, ഇവര് പേരൻസിന് ചെയ്തു കൊടുത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പോകുന്നത്, ഇതൊക്കെ വളരെ മോശമല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പിന്നെ വേറൊരു രീതിയിലും ചിന്തിക്കാം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മുമ്മ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം സിന്ധു കൃഷ്ണ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല എന്നുള്ള കാര്യം. അതിന് മറുപടി എന്നോണം സിന്ധു കൃഷ്ണ പറഞ്ഞതുപോലെ നമുക്ക് കണക്കുകൂട്ടാം. എന്റെ അമ്മ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങി അതിന് കിട്ടുന്ന വരുമാനം എല്ലാം ഞാൻ എന്റെ പേരൻസിന് വേണ്ടിയിട്ടാണ് ചെലവാക്കിയത് എന്ന് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് പുള്ളിക്കാരി പറഞ്ഞതായിട്ട് നമുക്ക് മനസ്സിലാക്കാമല്ലോ. എന്തായാലും സ്വന്തം അച്ഛനും അമ്മയ്ക്കും വേണ്ടി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളുടെ കണക്ക് പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നെന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവം തന്നെയാണ്. വല്ലാത്തൊരു ഗതികെട്ട അവസ്ഥ തന്നെയാണ്. ഇനിയും കുറെ കാര്യങ്ങൾ സിന്ധു കൃഷ്ണ പറയുന്നുണ്ട്. ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ എന്റെ പേരൻസിന് വേണ്ടിയിട്ടാണെന്ന്. എന്തായാലും ഞാനതൊന്ന് നീട്ടി വലിച്ചു കാണിച്ചിട്ട് ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് കഴിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ കൂടെ പുള്ളിക്കാരി പറയുന്നുണ്ട്. നമുക്ക് അതും കൂടെ കേട്ടു നോക്കാം. And all the other misunderstandings that is there, എനിക്ക് അതിനെ കുറിച്ചൊന്നും ഒരു ക്ലാരിഫിക്കേഷനും I don't want to give. എനിക്ക് എന്റെ വീഡിയോയിലൂടെ എനിക്കത് പറയാൻ താല്പര്യമില്ല. നമ്മളെ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിച്ചാൽ മതി. എല്ലാത്തിന്റെ പിന്നിലും there are agendas and certain things. ഇപ്പൊ ഈ ഒരു സംഭവം ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ വീഡിയോ പോലെ വന്നില്ലായിരുന്നെങ്കിൽ ഓവർ വരാൻ പോകുന്ന മറ്റു പലരുടെയും വീഡിയോസിലൂടെ ലിറ്റിൽ ബിറ്റ് ഓഫ് സർട്ടൻ തിങ്സ് കൂടെ ആക്കാം എന്ന് നിങ്ങളൊക്കെ ചോദിക്കും, എന്ത് പറ്റി എന്താ അമ്മയുടെ അടുത്ത് പോകില്ലേ, അമ്മ എന്താ നിങ്ങൾ കാണുന്ന വീഡിയോസിൽ കാണുന്നില്ലല്ലോ. സോ അതുപോലത്തെ ടോക്സ് വുഡ് ഹാവ് കം ത്രൂ ഔട്ട്. ഇനിയിപ്പോ എന്തായാലും ആരും വന്ന് എന്റെ അടുത്ത് ചോദിക്കത്തില്ല. അതെ, അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ എന്റെ അമ്മ അച്ഛനെ തല്ലുന്ന വീഡിയോയും ഫോട്ടോയും സ്ക്രീൻഷോട്ടും ഒക്കെ അയച്ചു കൊടുക്കും. അതുകൊണ്ട് തന്നെ ഇനി എന്നോട് ആരും ചോദിക്കത്തില്ല. എന്തായാലും ഇതൊരു വല്ലാത്ത തരം ന്യായീകരണമായിപ്പോയി. ഇത്രയും പറഞ്ഞ സിന്ധു കൃഷ്ണയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇനിയിപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങളോട് ആരും ഈ ഒരു കാര്യം ചോദിക്കാൻ പോണില്ല. എന്താണ് അമ്മയെ വീഡിയോ കാണാത്തതെന്ന് ആരും ഇനി ചോദിക്കാനും പോണില്ല. നിങ്ങളും അമ്മയും തമ്മിൽ തെറ്റിപ്പിരിഞ്ഞാണ് കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം നാട്ടുകാർ അറിഞ്ഞ കാര്യമാണ്. അത് നിങ്ങളുടെ മകളായിട്ടുള്ള അഹാന തന്നെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അതെല്ലാവരും അറിഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ഇനി നിങ്ങളുടെ ഒരു എക്സ്പ്ലനേഷൻ ആരും ചോദിക്കത്തുമില്ല, അത് അറിയേണ്ട കാര്യവുമില്ല. ഉള്ളത് പറയാല്, ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇപ്പൊ വേണ്ടിയിരുന്നില്ല. ഇതൊക്കെ പറയുന്ന സമയത്ത് പറയണമായിരുന്നു. 1-2 ആഴ്ച മുന്നേ ആയിരുന്നു ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ഓക്കെ ആയിരുന്നു. ഇതെല്ലാം അവസാനിച്ചതിന് ശേഷം ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷനുമായിട്ട് വരേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇതൊരു മാതിരി എഴുതിയിൽ എണ്ണ ഒരിക്കുന്ന പോലെ ആയിപ്പോയി. എന്നാലും നമുക്ക് ബാക്കി കൂടെ കേൾക്കാം. ജസ്റ്റ് വാണ്ട് ടു ബി പോസിറ്റീവ്. എനിക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കണം ഇനിയുള്ള കാലം. With my children and with my grandchildren and with my friends and with എന്നെ സ്നേഹിക്കുന്ന എല്ലാവരുടെയും കൂടെ I wish to really lead a happy life. And whenever my mother has any emergency, she's always welcome to call me. And അതൊക്കെ ശരി തന്നെ. പക്ഷെ നിങ്ങളുടെ അമ്മ നിങ്ങളെ എങ്ങനെ കോൾ ചെയ്യും? നിങ്ങൾ അവരെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുകയല്ലേ. ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുന്ന നിങ്ങളെ ഒരാൾക്ക് എങ്ങനെ വിളിക്കാൻ പറ്റും? എന്തായാലും കൊള്ളാം, ഇപ്പുറത്ത് അമ്മയെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കും ഓൾറെഡി. എന്നിട്ട് ഇപ്പുറത്തൂടെ വന്നിരുന്ന പുള്ളിക്കാരി പറയുന്ന കേട്ടില്ലേ, എന്താവശ്യം ഉണ്ടെങ്കിലും എന്റെ അമ്മയ്ക്ക് എന്നെ വിളിക്കാൻ കേട്ടോന്നു, ഞാൻ എപ്പോഴും അമ്മയ്ക്ക് വേണ്ടി അവൈലബിൾ ആയിരിക്കും എന്നൊക്കെ. എന്തായാലും ആ മനസ്സാരും കാണാതെ പോയല്ലോ. നിങ്ങളെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റും. always be there for her. So that's it. And I wish them all the very best. And ഇപ്പൊ വലിയ ഡിസ്കഷൻ നടക്കുകയാണ്.
എല്ലാ വീട്ടിലും ഒരു അമ്മു വേണോ ഇല്ലേ എന്നുള്ളൊരു കാര്യം. ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു വേർഡിങ് അല്ല. അമ്മു ഞങ്ങൾക്കും എനിക്കും അല്ലെങ്കിൽ എന്റെ പാരന്റ്സിനും ചുറ്റുമുള്ളവർക്കും ഒക്കെ വേണ്ടി പലതും ചെയ്യുന്നത് ഓവർ ദ ഇയേഴ്സ് പലരും അനലൈസ് ചെയ്തിട്ട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞൊരു കാര്യമാണ്. അല്ലാതെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയൊരു മോട്ടോ അതല്ല. മറ്റു വീടുകളിൽ അങ്ങനെ ഒരു അമ്മു വേണോ വേണ്ടേ എന്നൊക്കെ ഉള്ളത് ആൾക്കാർക്ക് തീരും. പക്ഷെ എനിക്ക് എന്റെ ലൈഫിൽ ഒരു അമ്മു വേണം. ഷീസ് എ വണ്ടർഫുൾ ഗേൾ ആൻഡ് ഐ എം വിത്ത് ഹർ. ഐ എം ഓൾവേസ് വിത്ത് ഹർ. എന്തായാലും സ്വന്തം മോളെ നല്ലോണം പൊക്കി അടിക്കുന്നുണ്ട്. അത് പിന്നെ അങ്ങനെയല്ലേ വരൂ, കാക്കയ്ക്ക് തൻകുഞ്ഞു പൊൻകുഞ്ഞെന്നല്ലേ. എന്തായാലും ഇതിന്റെ ഇടയിൽ സിന്ധുകൃഷ്ണ ഒരു കാര്യം പറഞ്ഞല്ലോ. പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയും എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയും അഹാന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന്. അത് കേട്ടപ്പോ എനിക്ക് തോന്നിയത് ഈ പറയുന്ന നമ്മുടെ അഹാന, ഈ പറയുന്ന അമ്മു മുത്തച്ഛിക്ക് ഒരു മെസ്സേജ് അയച്ചത് നമ്മളെല്ലാരും കണ്ടതല്ലേ. എടി വസന്തേ, എടി പട്ടി, ഇനി നമ്മൾ തമ്മിൽ ഒരു ബന്ധമില്ലെന്ന്, ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുവാണ്, എനിക്ക് ഇനി ഇങ്ങനെ ഒരു അമ്മുമ്മ ഇല്ലെന്നൊക്കെ പറഞ്ഞു പുള്ളിക്കാരി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അതൊക്കെയാണ് ഇത് കാണുമ്പോൾ ഓർമ്മ വരുന്നത്. എന്തായാലും കൊള്ളാം, ബാക്കിയും കൂടെ കേൾക്കാം. വിത്ത് ഓൾ മൈ ചിൽഡ്രൻ, വിത്ത് എവറിബഡി, ആൻഡ് എപ്പോഴും സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. ലൈക്ക് ഐ ഓൾവേസ് ബി ദേ വിത്ത് ദ ട്രൂത്ത്. എന്റെ ഫാദർ അവസാനമായിട്ട് വൺ ഓഫ് ദ ലാസ്റ്റ് ഫ്യൂ സെന്റൻസസ് എന്നോട് പറഞ്ഞതിൽ ഒന്നുണ്ടായിരുന്നു അബൌട്ട് മൈ മദർ. ഞാൻ അവളെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളോട് സോറി പറയിപ്പിക്കാം. ഞാൻ പറയാം സാരമില്ല ഡാഡി, വിട്ടുകളാ, എന്തോ ആവട്ടെ, വിട്ടുകളാ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഹി വാസ് ഓൾസോ വെരി വറീഡ് അബൌട്ട് ആ ഒരു പർട്ടിക്കുലർ ടൈം വെച്ച് എനിക്ക് ഡിസ്കസ് ചെയ്യാനേ ഇഷ്ടമല്ല. ലെറ്റ് ഇറ്റ് ജസ്റ്റ് ഗോ. അതൊക്കെ നമ്മളെ ലൈഫിൽ നടന്നിട്ടില്ല എന്നങ്ങ് ചിന്തിക്കാനാണ് എനിക്ക് ഇഷ്ടം. എല്ലാം പറഞ്ഞിട്ട് എനിക്ക് ഇനി ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ താല്പര്യമില്ലെന്ന് ഈ പറയാൻ കാണിച്ച മനസ്സ് നിങ്ങളാരും കാണാതെ പോലെ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ സിന്ധു കൃഷ്ണയുടെ അമ്മയുമായിട്ടുള്ള എക്സ്പ്ലനേഷൻ വീഡിയോ. എന്തായാലും ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ എനിക്ക് പറയാനുള്ളൂ. ഒരുമാതിരി എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പരിപാടിയാണ് ഈ പുള്ളിക്കാരി കാണിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാം അവസാനിച്ച് എല്ലാവരും കൈ കൊടുത്ത് പിരിഞ്ഞു പോയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോയുടെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്തായാലും ഈ വീഡിയോ സിന്ധു കൃഷ്ണയുടെ അമ്മ കാണും. അത് കണ്ടിട്ട് അവര് അടങ്ങിയിരിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. ഇനി അവര് സിന്ധു കൃഷ്ണയുടെ എതിരെ വീഡിയോ ആയിട്ട് എന്തായാലും വരും. ലാസ്റ്റ് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും അടിയാവത്തേ ഉള്ളൂ, അത് ഉറപ്പാണ്. എന്തിനായിരുന്നു ഇതിന്റെ ആവശ്യം? മിണ്ടാണ്ടങ്ങിരുന്നാ പോരായിരുന്നു. കഷ്ടമെന്നല്ലാണ്ട് എനിക്ക് ഇതിനെ കുറിച്ചൊന്നും പറയാനില്ല. എന്താണ് ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.